അത് 28 വർഷമായിട്ട് വെറും ഇളനീരും പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചന്തേരയിലാണ്. അപ്പൊ ചേട്ടന് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ചേട്ടന്റെ പേരെന്താണെന്ന് പറയാം? ബാലകൃഷ്ണൻ പാലായി. ചേട്ടൻ 28 വർഷമായിട്ട് വേറൊന്നും കഴിക്കണില്ല? പിന്നെ ഉച്ച സമയങ്ങളിൽ പച്ചക്കറി പച്ചക്കറി കഴിക്കും. വെറും പച്ചക്കറി, ഒരു പിടി പച്ചന്നെ തേങ്ങയും ചേരിട്ടിട്ട് ഒരു പിടി വേവിച്ച പച്ചക്കറി. പച്ചനെ കഴിക്കുന്ന പച്ചക്കറി ഒരു പിടി കഴിക്കും. അതിന് ശേഷം പിന്നെ ഒരു പിടി തേങ്ങാപ്പാലിൽ വേവിച്ച പച്ചക്കറി ഭക്ഷണം. പിന്നെ ഇളനീര്. പിന്നെ രാവിലെ ഒരു 5-5:30 ഒരു പിന്നെ 1/2 ലിറ്റർ പച്ചവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേനും അല്പം ചെറുനാരങ്ങ നീരും രാവിലെ കഴിക്കും. എത്ര മണിക്ക് എഴുന്നേക്ക? രാവിലെ 4:30 എഴുന്നേൽക്കും. 4:30 എഴുന്നേൽക്കും. എന്താണ് ഇങ്ങനെ ഈ നമുക്ക് ഈ ഇളനീരും മതി അല്ലെങ്കിൽ ഇളനീരും പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വരാനുള്ള കാരണം എന്താ? അത് ഒരു അസുഖം ബാധിച്ചതിന് ശേഷം പിന്നെ ഈ ഭക്ഷണം ദഹിക്കാതെ അവസ്ഥയിൽ ആണ് ഈ ഇതിലേക്ക് വരുന്നത്. നമ്മൾ സാധാ ഫുഡ് കഴിക്കുന്ന ഫീൽ തന്നെയാണോ? സാധാരണ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മള് രാവിലെ മുതൽ ഇപ്പം പിന്നെ ഇപ്പം ഭക്ഷണം ഒന്നും ഇല്ലെങ്കിലും വെള്ളം മാത്രം കഴിച്ചാലും നമുക്ക് യാതൊരു ക്ഷീണം തോന്നൂല. ശരിക്കും പറഞ്ഞാലേ ഈ ഇളനീര് പച്ചക്കറിയൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇങ്ങനെ വിശക്കാണ്ട് നമുക്കൊക്കെ വിശക്കുമല്ലോ, ഞങ്ങൾക്കൊക്കെ വിശക്കും കുറച്ചു നേരം കഴിയുമ്പോ. അങ്ങനെ ആദ്യകാലങ്ങളിൽ വിശപ്പ് ഫീൽ ചെയ്യും, വളരെ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു 6 മാസക്കാലം. ആണല്ലേ? ഈ ഡോക്ടർ ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും. അന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തായിരുന്നു പണ്ട്? മുമ്പ് പറഞ്ഞ ഏറ്റവും കൂടുതലായിട്ട് സാധാരണ പച്ചക്കറി തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആണ്. അല്ലാണ്ട് ഈ ബിരിയാണി ഒന്നും കഴിക്കലില്ല? ആ സമയത്തെല്ലാം കഴിക്കായിരുന്നു. പിന്നീട് ഈ ഒരു ശീലത്തിലേക്ക് വന്നപ്പോ ഇത് ഇങ്ങനെയുള്ള ഫുഡ് കാണുമ്പോ എനിക്കിത് കഴിക്കാൻ പറ്റണില്ലല്ലോ എന്ന് തോന്നാറുണ്ടോ? ഇല്ല, ഇത് ശീലിച്ചതിന് ശേഷം യാതൊരു പ്രശ്നമില്ല. നല്ല ബോഡിയാട്ടാ. ഞങ്ങളിവിടെ വന്നപ്പോ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്ക് കാണുമ്പോഴേ തന്നെ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 67 വയസ്സ്. പക്ഷെ ഇതിന് ഒട്ടും ഫാറ്റ് ഇല്ലാത്ത ബോഡിയല്ലേ അല്ലേ? അതും ചെറുപ്പക്കാര് പറയാറില്ലേ പിള്ളേര്? നമ്മള് സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അത് കൂടാണ്ട് നമ്മള് സാധാരണ തൊഴില് വയലിൽ ചെയ്യുന്ന കൃഷിപ്പണിയെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം ഉപദേശം നടുവിന്റെ ചെറിയ ഡിസ്കിന്റെ കംപ്ലൈന്റ് കൊണ്ട് കൂടുതൽ ചെയ്യില്ല, എന്നാലും കുറച്ചെല്ലാം ചെയ്യും.